ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അംബ്രല്ല പലാസോ കട്ട് ചെയ്യുന്നത് സിമ്പിളായി എങ്ങനെ കട്ട് ചെയ്യാമെന്ന് കാണിക്കാനാണ്. സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണിക്കത്തുള്ളൂ. പിന്നെ അതിനായിട്ട് ഞാനൊരു സാരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 5 മീറ്റർ ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു 3 മീറ്റർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ലൈൻ 3 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 4 മീറ്റർ ഉണ്ടെങ്കിൽ 4 മീറ്റർ എടുക്കാം. ഇപ്പം ഞാൻ 3 മീറ്റർ, ഇതുകൊണ്ട് തന്നെ നല്ല ഫ്ലെയറിൽ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് ഞാനൊരു പേപ്പറിൽ കാണിക്കാം. അതിനായിട്ട് ഇതൊരു ക്ലോത്താണെന്ന് വിചാരിക്കുക. അതിനെ നമ്മളിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. ഇതിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ മൂലക്കുന്ന് ഇപ്പോൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഈ മൂലക്കുന്ന് ഇങ്ങനെ കോണായിട്ട് മടക്കുക. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു ക്ലോത്ത്, നേരെ കിടക്കുന്ന ക്ലോത്ത് ഇതിന് രണ്ടായിട്ട് മടക്കണം. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഈ മടക്ക് ഭാഗമില്ലേ, ഈ മടങ്ങിയിരിക്കുന്ന ഭാഗം, ഫോൾഡഡ് ആയിട്ടിരിക്കുന്ന ഭാഗത്തിലോട്ട് നമ്മളിങ്ങനെ ക്ലോത്തിനെ കോണായിട്ട് മടക്കണം. കണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കും, കോണായിട്ട് മടക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെയാണ്, ഈ കോൺ ഭാഗത്താണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ലെങ്ത് മാർക്ക് ചെയ്യും. ഇങ്ങനെ ലെങ്ത് മാർക്ക് ചെയ്യും. ഇവിടെയാണ് ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ പലാസോയുടെ ഷേപ്പ്, ഇവിടെയാണ് ബാൻഡ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ അടയാളപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതുപോലെ ഞാനിവിടെ ഇപ്പം നമ്മൾ കാണിച്ചതുപോലെ തന്നെ ഇവിടെ ഞാൻ ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് കോണായിട്ട് മടക്കി ഇട്ടേക്കുവാണ്. ഇനി നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. അതിനായിട്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേസ്റ്റ് റൗണ്ട് എടുക്കുക. അതായത് നമ്മൾ ഇലാസ്റ്റിക് വരുന്ന ഭാഗം, അതാണ് നമ്മുടെ വേസ്റ്റ്. അവിടെ ഭയങ്കര ടൈറ്റായിട്ട് പിടിക്കരുത്, ഒന്ന് ഒരുപാട് ടൈറ്റ് ആക്കാതെയും ഇങ്ങനെ ഈ ഒരു ലെവലിൽ പിടിക്കുക. ഈ ഒരു ലെവലിൽ അങ്ങനെ വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നമ്മൾ നോക്കുക. അതിൻ്റെ കൂടെ ഒരു റൗണ്ട് എടുത്തിട്ട് ആ വേസ്റ്റ് റൗണ്ടിനെ 4 ആയിട്ട് ഭാഗിക്കണം. അതായത് വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 കാണുക. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് ആഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. 36 ഇഞ്ചിൻ്റെ 4/1 കാണണം. അപ്പോൾ അത് 9 ഇഞ്ച്. 9 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുക. അപ്പോൾ 11 ഇഞ്ച് കിട്ടും. ആ 11 ഇഞ്ച് ഇവിടെ എവിടെയാണോ വരുന്നത് അവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. ഈ 11 ഇഞ്ചിൻ്റെ അവിടെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചത്. 11 ഇഞ്ച്. അപ്പോൾ എങ്ങനെയാണ് വേസ്റ്റ് റൗണ്ട്? എൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 36 ഇഞ്ച്. ആ 36ൻ്റെ 4/1 കാണുക. അപ്പോൾ നമുക്ക് 9 ഇഞ്ച് കിട്ടും. ആ 9 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 11 ഇഞ്ച്. അങ്ങനെയാണ് നമുക്ക് 11 ഇഞ്ച് കിട്ടിയത്. ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത് എത്രയാണെന്നാണ് കാണേണ്ടത്. അപ്പോൾ ക്രോച്ച് ലെങ്ത് കാണാനായിട്ട് വേസ്റ്റ് റൗണ്ടിൻ്റെ 3/1 കാണുക. അതിനുശേഷം അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ വേസ്റ്റ് റൗണ്ട് 36 ഇഞ്ച്. 36ൻ്റെ 3/1 കാണണം. 36ൻ്റെ 3/1 12. 12ൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പോൾ 13 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് താഴേക്ക് ഒരു 13 ഇഞ്ച് അടയാളപ്പെടുത്തണം. 13 ഇഞ്ച്. ഇതിൻ്റെ അറ്റത്തോട്ട് 13 ഇഞ്ച് അടയാളപ്പെടുത്തുക. ആ 13ൻ്റെ അവിടെ ഇങ്ങനെ ആ 13 ഇഞ്ചില്ലേ, ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക. അവിടുന്ന് ഒരു 3 ഇഞ്ച്, 3 അല്ല 2.5 മതി, 2.5 ഇഞ്ച് നമ്മളിവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തണം. 2.5 ഇഞ്ച് ഇവിടെ, 2.5 ഇഞ്ച് അവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. അവിടെ നിന്ന് നമ്മൾ പിന്നെ 2.5 ഇഞ്ചിലേക്ക് ഇതിങ്ങനെ കുഴിച്ച് വരക്കണം. ഇങ്ങനെ വരയ്ക്കണം. ഒന്നുകൂടി പറയാം. നമ്മൾ ഈ വേസ്റ്റ് മാർക്ക് ചെയ്തില്ലേ, അത് 11 ഇഞ്ച്.
ആ 11 ഇഞ്ചിൻ്റെ അവിടുന്ന് താഴോട്ട് നമ്മൾ ക്രോച്ച് ലെങ്താണ് മാർക്ക് ചെയ്യേണ്ടത്. ക്രോച്ച് ലെങ്ത് കിട്ടാനായിട്ട് വേസ്റ്റിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് 36 ഡിവൈഡഡ് 3 അപ്പോൾ 12 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പോൾ 13 ഇഞ്ച് നമുക്ക് ഇങ്ങനെ കിട്ടും. ആ 13ൻ്റെ അവിടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. അവിടുന്ന് 2.5 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്യണം. മനസ്സിലായോ? ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ കുഴിച്ചിയ 2.5യിലേക്ക് നമ്മളിങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്ത്. ഇനി നമുക്ക് ലെങ്താണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് കാണാൻ വേണ്ടി എൻ്റെ ഫുൾ ലെങ്ത്, നമ്മുടെ ഫുൾ ലെങ്ത്, നിങ്ങളുടെ എത്രയാണോ ഫുൾ ലെങ്ത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്യണം. അതായത് ഈ തയ്യൽ തുമ്പും ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. പിന്നെ ഇവിടെ താഴെ മടക്കി അടിക്കാൻ 1 ഇഞ്ച്, അങ്ങനെയാണ് 1.5 ഇഞ്ച് വന്നത്. അപ്പോൾ ആ 1.5 ഇഞ്ച് കൂട്ടുമ്പോൾ എനിക്കിപ്പോൾ 37 ഇഞ്ചാണ് ഫുൾ ലെങ്ത് ഉള്ളത്. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് കൂട്ടിയപ്പോൾ 38.5 ഇഞ്ച് കിട്ടും. അതിൽ നിന്നും 1 ഇഞ്ച് നമ്മൾ കുറയ്ക്കണം. അപ്പം എത്ര കിട്ടും? 37.5 കിട്ടും. ആ 37.5 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഈ 1 ഇഞ്ച് കുറയ്ക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ബെൽറ്റിന് ഇലാസ്റ്റിക് ഇട്ടാണ് നമ്മൾ മുകളിൽ തയ്ക്കുന്നത്. അപ്പം ഞാൻ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇടുന്നത്. അതാണ് ആ 1 ഇഞ്ച് ഞാൻ പറഞ്ഞത്. നിങ്ങൾ 1.5 ഇഞ്ചിൻ്റെയാണ് ഇലാസ്റ്റിക് ഇടുന്നതെങ്കിൽ 1.5 ഇഞ്ച് വേണം കുറയ്ക്കാനായിട്ട്. ഞാൻ ഇവിടെ 1 ഇഞ്ചിൻ്റെയാണ് ഇലാസ്റ്റിക് ഇടുന്നത്. അതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ 37.5 കിട്ടി. അപ്പോൾ ഇവിടെ എവിടെയാണോ 37.5 കിട്ടുന്നത് അവിടെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ മുകളിൽ ഈ അറ്റത്ത് വെച്ചാണ് ഇവിടെ മാർക്ക് ചെയ്തത്. അപ്പോൾ ഇനി ഇങ്ങോട്ടും നീക്കി വെച്ചിട്ട് അടുത്ത ഇങ്ങോട്ട് നീക്കി വെക്കണം. എന്നിട്ട് നമ്മൾ 37.5 മാർക്ക് ചെയ്യണം. പിന്നെയും ഇവിടുന്ന് ഇങ്ങോട്ട് ഇച്ചിരി നീക്കി അടുത്ത 37.5 എവിടെ വരുന്നു അവിടെ മാർക്ക് ചെയ്യുക. വീണ്ടും ഇങ്ങനെ നീക്കുക. അപ്പോൾ നമുക്ക് എവിടെ കിട്ടുന്നു? ഇവിടെ കിട്ടി. അപ്പോൾ മാർക്ക് ചെയ്തു. വീണ്ടും ഇങ്ങോട്ട് നീക്കുക, നമുക്ക് ഇവിടെ കിട്ടി. നീക്കിയിടട്ടെ. അങ്ങനെ ഈ അറ്റം വരെ നമ്മൾ 37.5 എവിടെ കിട്ടുന്നു? ഇവിടെ 37.5 ഈ അറ്റത്ത് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നേരെയും മാർക്ക് ചെയ്യുക. എവിടം വരെ ആ ക്ലോത്ത് ഉള്ളത് അങ്ങനെ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കട്ടിങ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സെയിം ആണ് നമ്മൾ ലൈനിങ്ങിനും വെട്ടേണ്ടത്. പിന്നെ ബാൻഡ് പീസ് നമ്മൾ വേറെ കട്ട് ചെയ്യണം. അത് തയ്ക്കാൻ നേരമാണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് 1 ഇഞ്ച് വീതിക്കാണ് ഞാൻ 1 ഇഞ്ച് വീതിക്കാണ് ഞാനിവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് വേണം, അതിന് 3 ഇഞ്ച് വേണം വീതി എടുക്കാനായിട്ട്. 1 ഇഞ്ചാണെങ്കിൽ 2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് നമ്മൾ 3 ഇഞ്ചാക്കി വേണം ഇവിടെ ബാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമ്മൾക്ക് എത്രയാണോ വീതി ഇവിടെ കിട്ടിയത് അത് നമ്മളിങ്ങനെ അളന്ന് നോക്കിയിട്ട് ഇത് അടിച്ചു കഴിഞ്ഞ് അളന്ന് നോക്കിയിട്ട് നമുക്കിങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് തന്നെ സെയിം ഈ മെത്തേഡിൽ തന്നെ ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. സോറി, ഞാൻ മറന്നുപോയി. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒരുപാട് കുഴിക്കണ്ട. 1/2 ഇഞ്ച് മാത്രം ഇങ്ങനെ കുഴിച്ച് നമ്മളിങ്ങനെ ഇതാക്കിയേക്കണം. ഇതിങ്ങനെ കർവ് ചെയ്ത് 1/2 ഇഞ്ച്, ഒരുപാട് കുഴിക്കണ്ട. ഇങ്ങനെ അങ്ങനെ വേണം വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ആയിട്ട് കുറച്ച് ക്ലോത്ത്, ഇപ്പം ഇവിടെ 2 പീസുണ്ട്. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് ഭാഗം ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ ഇപ്പം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ അറിയാനൊന്നും പോകുന്നില്ല. ഇതിങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പം നമ്മളിത് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നൊന്നും തോന്നത്തൊന്നുമില്ല, വൃത്തികേടും ഉണ്ടാകത്തില്ല. അതിനായിട്ട് നമ്മളിങ്ങനെ ഇതിങ്ങനെ മാറ്റിയിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഈ ക്ലോത്ത് ഇങ്ങനെ 2 പീസ് വെച്ച് കൊടുക്കണം. ഇതിങ്ങനെ താത്തിയിടണം. ഞാനിവിടെ 2 പീസ് തുണി ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ ഇങ്ങനെ തയ്ക്കാനുള്ള തയ്യൽ തുമ്പ്, ഇപ്പോൾ ഇത് കണ്ട, ഇത് നമുക്ക് തയ്ക്കാനായിട്ട് തയ്യൽ തുമ്പ് വേണം. അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റിയിടണം. കണ്ട, കയറ്റിയിട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ കയറ്റി 2 പീസ് വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അതേ ഷേപ്പിൽ ഈ മേളിൽ കിടക്കുന്ന തുണിയുടെ അതേ ഷേപ്പിൽ തന്നെ നമ്മളങ്ങ് വെട്ടിയെടുത്താൽ മാത്രം മതി. ഞാൻ കാണിക്കാം.
കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു പിന്നും കൊണ്ട് ഇങ്ങനെ കുത്തി വെക്കണം. കണ്ടോ, ഇതിങ്ങോട്ട് എടുക്കുക. എടുത്തിട്ട് നമ്മൾ എവിടെയാണ് ജോയിൻ ചെയ്യേണ്ടത്, ഇവിടെയല്ലേ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പേൾപ്പിന്നെ കൊണ്ട് നമ്മളിങ്ങനെ കുത്തി വെച്ചേക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്കത് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ നമ്മളിങ്ങനെ, നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആകും. എനിക്കങ്ങനെ ആകാറുണ്ട്. അതുകൊണ്ടാണ് കണ്ടോ, ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ സെയിം നമുക്ക് ലൈനിങ് ക്ലോത്തും വിരിച്ചിട്ട് വെട്ടാവേ. അപ്പം ഞാൻ ലൈനിങ്ങും അതേപോലെ തന്നെ സെയിമായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ കോണായിട്ട് എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞാനിപ്പോൾ അതേ മെയിൻ ഫാബ്രിക് എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് കൂടെ വെട്ടാം. അപ്പോഴേക്ക് ലെങ്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിനെക്കാട്ടി 1 ഇഞ്ച് കുറച്ച് വേണം ലൈനിങ് വെട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്യാം. ഇത്രയും കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിങ്ങനെ മാറ്റാം. കുറച്ച് പൊക്കിയിടാം, കാരണം 1 ഇഞ്ച് കുറയ്ക്കണമല്ലോ. അപ്പം ഞാൻ 37.5 ആയിരുന്നു നേരത്തെ എടുത്ത ലെങ്ത്. അപ്പോൾ ഇതിപ്പോൾ 36.5 മതി. അതായത് 1 ഇഞ്ച് നമ്മൾ കുറച്ച് വേണം ഇങ്ങനെ ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പം നേരത്തെ ചെയ്തപോലെ തന്നെ നമ്മളിങ്ങനെ 36.5 ഇങ്ങനെ നീക്കി 36.5 മാർക്ക് ചെയ്യുക. ഇവിടെയും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ലൈനിങ് നമ്മൾ സെയിം ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാതെ രക്ഷയില്ല, എന്നാലേ നമുക്കത് കിട്ടുകയുള്ളൂ. അറ്റം വരെ മാർക്ക് ചെയ്ത് ലെങ്ത് 1 ഇഞ്ച് കുറച്ച് അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെയും ഇതേപോലെ തന്നെ സെയിമായിട്ട് 2 ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കറക്റ്റായിട്ട് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ മുട്ടുസൂചി കുത്തി വെച്ചേക്കണം. അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇത് കൺഫ്യൂഷൻ വരും. ഇത് എവിടെ പിടിപ്പിക്കും, എന്ത് ചെയ്യുമെന്നും പറഞ്ഞു ഞാനിവിടെയും. അപ്പോൾ ഇത് നമുക്ക് മടക്കി വെക്കാം. ഇനി നമുക്ക് ബാൻഡാണ് കട്ട് ചെയ്യേണ്ടത്. ഈ രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ മാറ്റി വെച്ചു. നമുക്ക് ബാൻഡ് വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ വേസ്റ്റ് ഇല്ലേ, ഏറ്റവും മുകൾ ഭാഗം അതിങ്ങനെ നേരെ വെക്കുക. നേരെ വെച്ചിട്ട് അതിൻ്റെ അറ്റം എത്രയുണ്ട് അത് നമ്മൾ ഇങ്ങനെ അളന്നെടുക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ എത്രയുണ്ട്, 26. നമുക്കിവിടെ 26 ഇഞ്ച് നീളമുണ്ട്. ആ 26ൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂടെ നമ്മൾ കൂട്ടി വേണം എടുക്കാനായിട്ട്, മടക്കി അടിക്കാനൊക്കെ. അപ്പോൾ 26 1.5 27.5. 28 എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ 27 2 തുണി, 2 ക്ലോത്ത് ഉണ്ട്. അപ്പുറവും ഇപ്പുറവും ജോയിൻ ചെയ്യണ്ടേ, ഇവിടെയും ജോയിൻ ചെയ്യണം 2 ഭാഗം. അതുകൊണ്ട് ഈ 2 തുണി എടുത്തിട്ട് ഇങ്ങനെ 27.5 നമ്മൾ മാർക്ക് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ 1 ഇഞ്ചിൻ്റെയാണ്, നമ്മൾ 1 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് അപ്പുറത്ത് 1 ഇഞ്ച് പോകും, ഇപ്പുറത്ത് 1 ഇഞ്ച് പോകും. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി അടിക്കാനായിട്ട് അര ഇഞ്ച് ചെയ്തോ 1 ഇഞ്ച് വേണം. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് വീതിയിലും ഇപ്പോൾ 27.5 നീളത്തിലുമുള്ള 2 ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം. നമ്മൾ അതിൽ പിടിപ്പിച്ചാൽ മതിയല്ലോ. ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുകളിൽ വെക്കേണ്ട പീസ്. ഇതിങ്ങനെ വെക്കും, ഇങ്ങനെ വെച്ച് മടക്കി അടിക്കും കണ്ടോ. അപ്പോൾ ഇനി ഇവിടെ ഇത്രയേ ഉള്ളൂ കട്ടിങ്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നാളെ കാണിക്കുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.